നരേന്ദ്രമോദിയെ മലയാളികൾ വിലയിരുത്തുന്നത് പ്രധാനമായും ഏഷ്യാനെറ്റിലെ വിനു വിജോണും മനോരമയിലെ ഷാനി പ്രഭാകരും പിണറായി വിജയനും KC വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ കുഴപ്പം. ശരിക്കും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ ലോക നേതാക്കൾ, ടെക് ജയൻസ്, ബിസിനസ് ഭീമന്മാർ എന്താണ് വിലയിരുത്തുന്നത് എന്ന് മലയാളത്തിൽ മനസ്സിലാക്കാം. ഇത് JP മോർഗൻ എന്ന ആഗോള ഭീമൻ്റെ CEO. മോദി അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ആര് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആ രാജ്യത്തെ 40 കോടിയോളം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞങ്ങൾ തന്നെ പല ആവശ്യങ്ങൾക്ക് വ്യാപാരത്തിനായി ഇന്ത്യയിലേക്ക് പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അവരുടെ ഓഫീഷ്യൽസിനെ കണ്ടിട്ടുണ്ട്. ആ രാജ്യത്തെ 40 കോടിയോളം ആളുകൾക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. അതുണ്ടാക്കി കൊടുത്ത മോദിയെ ഞങ്ങൾ എന്തു പറഞ്ഞു പഠിപ്പിക്കാനാണ്? ഈ നേട്ടങ്ങളെല്ലാം ലഭിച്ച ജനങ്ങൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും സ്പർശനം കൊണ്ടും അവർക്കത് അനുഭവവേദ്യമാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ട്, അവരത് തിരിച്ചറിയുന്നുണ്ട്. ആ രാജ്യത്ത് 70 കോടി ആളുകൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. പേയ്മെൻറ്റുകളെല്ലാം ഡിജിറ്റലിയാണ് നടക്കുന്നത്. അവിശ്വസനീയമായ വിധത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം, അവിശ്വസനീയമായ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു മനുഷ്യൻ്റെ മാത്രം നിശ്ചയദാർഢ്യമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു രാജ്യത്തെ ജനങ്ങളെ തോളിലേറ്റ് ഉയർത്തുകയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ അദ്ദേഹം ടഫായിരിക്കും. പക്ഷേ അദ്ദേഹം ശരിയായ പാതയിൽ തന്നെയാണ്. പലതരത്തിലുള്ള നികുതി ഘടകങ്ങൾ ഉണ്ടായിരുന്ന രാജ്യത്ത് അദ്ദേഹം ടഫായി തന്നെ മതിയാവും. യൂറോപ്പ് പോലെയോ അമേരിക്ക പോലെയോ ഒരൊറ്റ സംവിധാനമല്ല അവിടെ, പല സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതിക്കും സാധ്യത കൂടുതലാണ്. ഇതെല്ലാം അദ്ദേഹം ഒറ്റയാൾ മാറ്റിമറിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടഫായിരിക്കും. മൈക്ക് പോംബോ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി. എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയും വലിയ ഇഷ്ടമാണ്. അവരോടൊപ്പം ജോലി ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം രണ്ടുപേരും അസാധ്യമായ വിധത്തിൽ പ്രൊഫഷണലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ടുപേരുടെയും മനസ്സിൽ നേഷൻ ഫസ്റ്റ് എന്നൊരു ചിന്താഗതിയാണ്, രാജ്യമാദ്യം. അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ബോധമുള്ളവരാണവർ. അതിനനുസരിച്ചാണ് അവർ നയങ്ങൾ രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഒരുപാട് യാത്രകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. US പ്രസിഡന്റിനൊപ്പം പോകുമ്പോഴും അദ്ദേഹത്തെ പലതവണ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഞങ്ങൾ അമേരിക്കക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവിടുത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവരിപ്പോഴും ഭരണത്തിലുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന രണ്ടുപേർ തന്നെയാണ് ജയശങ്കറും നരേന്ദ്രമോദിയും എന്നേ എനിക്ക് പറയാനുള്ളൂ. വാൾ സ്ട്രീറ്റിൻ്റെ ഫിനാൻസ് ഹെഡ്. ഇന്ത്യ എന്ന മാർക്കറ്റ് വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മാത്രം കണക്കെടുത്താൽ 700 ബേസ് പോയിൻറ്റ്സാണ് അവർ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിയാൽ അവരുടെ GDP ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ജനങ്ങൾക്ക് നേരിട്ട് പണം നൽകുന്നത് കൊണ്ട് തന്നെ അവിടെ ധനവിനിയോഗം കൂടുതലാണ്. അതായത് മാർക്കറ്റിൽ പണം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് ആളുകൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും തന്നെ ഇപ്പോൾ ധനവിനിയോഗം വളരെ ഈസിയായി മാറുന്നുണ്ട്. അമേരിക്കയോ ചൈനയോ പോലെയല്ല. അവരുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് അവരുടെ ടെക്നോളജിയും കൂടി വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിനിമയം സാധ്യമാകുന്നു. അത് അവർക്ക് നൽകുന്നത് വളരെ മികച്ച ഗ്രോത്താണ്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ഏതെങ്കിലും ഒരാൾക്ക് കുത്തകയായി ഒന്നും കൊടുത്തിട്ടില്ല. ആമസോണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഗവൺമെൻറ് തന്നെ നിയന്ത്രിക്കുന്ന ഒരു യൂണിഫൈഡ് ഇൻ്റർഫേസ് വഴിയാണ് പേയ്മെൻറ്റ് നടക്കുന്നത്. അത് വളരെ മികച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുത്തകയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. IMFൻ്റെ തലവൻ്റെ വാർത്താ സമ്മേളനം. എല്ലാ രാജ്യങ്ങളും അവരവരുടെ ജനങ്ങൾക്ക് പണം എങ്ങനെയാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നൊക്കെ ഞങ്ങൾ പഠിക്കാറുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകമായി ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇവിടെ പറയാം. വളരെ ഇംപ്രസീവായ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും ആ രാജ്യത്തിൻ്റെ വലിപ്പവും അവിടുത്തെ ജനസംഖ്യയും നോക്കിയാൽ തീർച്ചയായും ഇത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവിടെ ഡെവലപ്മെൻറ്റ്സും സാധാരണക്കാരിലേക്ക് പണം എത്തിക്കാനും വളരെ പ്രയാസമുള്ളതാണ്. വളരെ ദാരിദ്ര്യാവസ്ഥയിലുള്ള ആളുകൾക്ക് വരെ സർക്കാരിൻ്റെ സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള രീതി തീർച്ചയായും പ്രശംസനീയമാണ്. അവിടെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ, പ്രായമായവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, പെൻഷനുകൾ, കർഷകർക്ക്, അങ്ങനെ സാധാരണക്കാരിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ, പണം സബ്സിഡിയായൊക്കെ എത്തിക്കുന്നതിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വ്യത്യാസം എന്തെന്നാൽ അവർ പുതിയ ടെക്നോളജി കൂടി ഇത്തരം ധനവിനിയോഗത്തിൽ ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്നത് അവിടുത്തെ ആധാർ മൊബൈൽ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് ആണ്. മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ രീതിയിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ്സും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ ചെയ്യുന്നതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആധാർ മൊബൈൽ ബാങ്ക് അക്കൗണ്ട് വഴി ലിങ്ക് ചെയ്യുന്നത് വഴി ഓരോ ആളുകളുടെയും ധനസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഗവൺമെൻറ്റിന് അവരിലെത്തിക്കാൻ കഴിയുന്നത്.
അതൊരു വളരെ മികച്ച കാര്യമാണ്. അതായത് ശരിക്കും അർഹതപ്പെട്ട ആളുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പണം എത്തിക്കാൻ അവർക്ക് കഴിയുന്നു. മുഖവുര ആവശ്യമില്ലാത്ത ബിൽ ഗേറ്റ്സ്. ഇന്ത്യയിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വാക്സിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ അവർ വാക്സിൻ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി പരമാവധി ആളുകളിലേക്ക്, ഏതാണ്ട് മുഴുവൻ ആളിലേക്കും അവർ സൗജന്യമായി എത്തിച്ചു. അതുകൂടാതെ തന്നെ ഈ ലോകത്ത് മറ്റു പല രാജ്യങ്ങൾക്കും അവർ വാക്സിൻ നൽകുകയും ചെയ്തു. മറ്റെല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ലോകത്ത് ഒരു രാജ്യവും ഇത്രയും വലിയൊരു പാൻഡമിക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിനെ നേരിടാൻ പ്രാപ്തമായിരുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് അവരുടെ സേവനങ്ങൾ എത്തിക്കാനായി. കോവിഡ് കാരണം ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലാണെങ്കിലും ബാങ്കിൽ പോകാതെ തന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണെങ്കിലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അവർക്കത് വളരെ ഗുണപ്രദമായി ഉപയോഗിക്കാനായി. അതുമാത്രമല്ല, അവിടെ എത്രയോ കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. അവർക്ക് കൃത്യമായി ടോയ്ലറ്റ് സംവിധാനം നൽകി. എല്ലാ ഗ്രാമങ്ങളിലും ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ ഉണ്ടാക്കി. എല്ലായിടങ്ങളിലും ഓക്സിജൻ വേണ്ടയിടത്ത് ആർമിയെ പോലും ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് സർക്കാർ ചെയ്തത്. അതുമാത്രമല്ല, കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് സർക്കാരിൻ്റെ സന്ദേശങ്ങൾ എല്ലാ ആളുകളിലേക്കും കൃത്യമായി എത്തിക്കാനും അവർ ടെക്നോളജി ഉപയോഗിച്ചു. അതുമാത്രമല്ല, ഡോക്ടർ കൺസൾട്ടേഷന് അവർ ടെക്നോളജി ഉപയോഗിച്ചു. അതുകൂടാതെ വാക്സിൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും അവർ വിവിധ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ജനങ്ങളിലേക്കും സർക്കാരിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ ഇന്ത്യക്കായി. ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഭേദപ്പെട്ട രീതിയിൽ ചെയ്തു. കൂടാതെ പരമ്പരാഗത ഊർജ്ജോപഭോഗങ്ങൾ മാറ്റി സോളാർ എനർജിയിൽ അവർ കാണിക്കുന്ന ഒരു മുന്നേറ്റം, അതിനുവേണ്ടി മോദി എടുക്കുന്ന ഒരു ശ്രമം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. കാർഷിക മേഖലയിൽ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, പുതിയ വിത്തിനങ്ങൾക്ക് വേണ്ടി, കർഷകർക്ക് കൂടുതൽ മികച്ച ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി, കർഷകർക്ക് സബ്സിഡി നൽകുന്നതിന് വേണ്ടി, വളങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ, അങ്ങനെ കാർഷിക മേഖലയിൽ വളരെ വലിയ റിഫോമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും അവിടെ പൂർത്തിയാക്കി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, വിമാനത്താവളങ്ങൾ, വ്യാവസായിക പുരോഗതി, സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതികൾ, എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള സ്വയം സഹായ സംഘങ്ങൾ, ഡിജിറ്റൽ എംപവർമെൻറ്റ്, ഇതൊക്കെ വളരെ വലിയ നേട്ടങ്ങളാണ്. ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്ത്, വൈവിധ്യമേറിയ രാജ്യത്ത് ഒരു നേതാവ് എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. അത് ലോകം കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് മോദിയിൽ നിന്ന്. ഇന്ത്യയെപ്പോലെ ഒരുപാട് ജനസംഖ്യയുള്ള വൈവിധ്യമേറിയ രാജ്യത്ത് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു പുരോഗതി അദ്ദേഹത്തിന് നേടിയെടുക്കാനായത് തീർച്ചയായും പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് വേണ്ടി സൗജന്യ ചികിത്സ നൽകിയ ഇൻഷുറൻസ് പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നരേന്ദ്രമോദിയുടെ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ. പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷണ കാര്യങ്ങൾക്ക്, ഇതിനൊക്കെ സർക്കാർ എടുക്കുന്ന പല ഇനിഷ്യേറ്റീവുകൾക്കും ഞങ്ങളും കൂടെ സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ലോകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വളരെ വേഗത്തിലാണ് ഇന്ത്യയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. തീർച്ചയായും അത് നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് സംശയലേശമെന്നേ പറയാൻ കഴിയും, ഇന്ത്യയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മുന്നിലുള്ള സാമ്പത്തിക രാജ്യങ്ങളിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ, അതേ പദ്ധതികൾ തുടർന്ന് മുന്നോട്ട് പോയാൽ ഉറപ്പായും വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ $10 ട്രില്യൺ എക്കണോമി ഈസിയായി നേടിയെടുക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആകാൻ പോവുകയാണ്. അതിൻ്റെ ഗുണം ആ നാട്ടിലെ ജനങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. കൂടുതൽ തൊഴിലവസരം ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം കൂടി ഉണ്ടാകാൻ പോവുകയാണ് വരും വർഷങ്ങളിൽ. ഇത് തീർച്ചയായും മറന്നു പോകരുത്. ഇന്ത്യ വളരെ വേഗതയിലാണ് അവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40 കോടിയിലധികം ഭാരതീയരെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് ഇത്രയും വേഗതയിൽ ഇങ്ങനെയൊരു മാറ്റം ഇതിനു മുമ്പ് ചൈനയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. I saw someone on the stage here was Bruce Springsteen, and he didn't get the welcome that Prime Minister Modi has got. Prime Minister Modi is the boss. I think is the most loved one of all around the world. But I mean, this has really proven that he has been a major leader, and congratulations for that. An inspiration for the rest of the world.
You have set some very ambitious targets when it comes to clean water for over 1 million households and for renewable energy, including offshore wind. I am convinced that India and Denmark have a huge untapped trade and investment potential. We owe you a debt of gratitude. When the world locked its borders and globalization failed, you showed the world that globalization can still succeed and there is still love when the hardest of times hit us. Prime Minister Modi during a historic visit to the US. His vision for digital India, was ahead of its time. I now see it as a blueprint other countries are looking to do, and the follow through on the scaling up of India's digital stack, is a model other countries are thinking about. Well, I'm actually incredibly excited about the future of India. I think India has more promise than any large country in the world. The takeaways from the meeting. Takeaways from the meeting. He really cares about India because he's pushing us to make significant investments in India, which is something that we intend to do. I am a fan of Modi, so.